ഞങ്ങൾ ഈ വണ്ടി വാഷ് ചെയ്യാൻ പോയ സ്ഥലത്ത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടിട്ടാട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇതാണ് ആ കാഴ്ച. ഈ ചെറിയ മരം നിറച്ച് ഒരുപാട് മുരിങ്ങാക്കായകൾ ഉണ്ടായിരുന്നു. രാവിലെ ആണെങ്കിൽ ഞാൻ 30 രൂപ എടുത്തൊരു മുരിങ്ങാക്കായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ മലയാളി കടയിൽ പോയതാണ്. അവിടെ നിന്നാണ് നമുക്ക് തേനുണ്ടയും മുറുക്കും പോലത്തെ സാധനങ്ങളൊക്കെ കിട്ടാറ്. ഞങ്ങൾ ഇന്ന് അവിടെ മെയിനായിട്ട് പോകാനുണ്ടായ കാരണം ഒരു പഴംപൊരി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പഴംപൊരി അവിടെ കിട്ടില്ല, പക്ഷെ പഴംപൊരി ഉണ്ടാക്കാനുള്ള നേന്ത്രപ്പഴം അവിടെ മാത്രമേ കിട്ടുള്ളൂ. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പൂനെയിൽ നേന്ത്രപ്പഴം ഇല്ലാത്തത് എന്ന്. ഇവിടെ മലയാളി കടകളിലല്ലാണ്ട് വേറൊരു കടയിലും ഞാൻ ഇതുവരെ നേന്ത്രപ്പഴം കണ്ടിട്ടില്ല. നാട്ടിലാണെങ്കിൽ വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും കടി വേണമെന്നൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഓപ്ഷൻ പഴംപൊരിയാണ്. ഒന്നാമത് ഉണ്ടാക്കാൻ ഈസിയാണ്, അതുപോലെ സാധനങ്ങളൊക്കെയും മിക്കവാറും വീട്ടിലുണ്ടാവുന്നതുമാണ്. പൂനെയിൽ വന്നിട്ടിപ്പോൾ 9 മാസമായി. ഈ 9 മാസത്തിനിടയിൽ ഞങ്ങൾ 2 വട്ടമാണ് ഇവിടെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് നാട്ടിൽ വളരെ എളുപ്പത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്ക് അവിടെ ഉള്ളപ്പോൾ വലിയ വില ഉണ്ടാവില്ലെങ്കിലും അതിവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയുമ്പോൾ അതിനോടൊരു പ്രത്യേക സ്നേഹം വരാനുണ്ട്. അതിൽ നേന്ത്രപ്പഴം മാത്രമല്ല കേട്ടോ, കപ്പയുണ്ട്, ചക്കയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, തേങ്ങയുണ്ട്. ഈ വക ഒരു സാധനങ്ങളും പൂനെയിൽ നമുക്ക് മലയാളി കടകളിലല്ലാണ്ട് വേറെ എവിടെയും കിട്ടില്ല. അങ്ങനെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ശരി, ബൈ.